മറ്റൊരിടത്തേക്ക് പോകുന്നു. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഐസർ ബോണക്കാട് റോഡ്. ഗണപതിപ്പാറ മുതൽ പേരയം വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് അപകട ഭീഷണി ഉയർത്തി വലിയ ഗർത്തങ്ങളുള്ളത്. തെരുവ് വിളക്കുകൾ പോലും ഇല്ലാത്തതിനാൽ ഈ ഭാഗത്ത് കുഴികൾ പോലും കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. വാഹനയാത്ര പോയിട്ട് കാൽനട യാത്ര പോലും ദുഷ്കരം. റോഡിന്റെ ഒരു ഭാഗം ഏത് നിമിഷവും ഇടിഞ്ഞു താഴാവുന്ന അവസ്ഥയിൽ. അപകടമുണ്ടായ ശേഷം അധികൃതർ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട എന്നാണ് നാട്ടുകാർ അവസാനം പറയുന്ന വാക്ക്. അഷിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഐസർ ബോണക്കാട് റോഡിലാണ് ഞാനുള്ളത്. ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ വലിയ കുഴികളാണ്. ഈ കുഴികൾക്കിടയിലൂടെ വേണം വാഹനങ്ങൾ കടന്നു പോകാൻ എന്നുള്ളതാണ്. സാധാരണഗതിയിലുള്ള കുഴികളല്ല, നല്ല ആഴത്തിലുള്ള കുഴികളാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല, മാത്രമല്ല ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളതാണ്. മാത്രമല്ല ഗണപതിപ്പാറ മുതൽ പേരയം വഴിയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ ഈ ഒരു ദുരിതയാത്ര അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ജീപ്പ് ഈ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം ഈ ഭാഗത്തേക്ക് ഒരു ആംബുലൻസ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. പോലീസ് ജീപ്പിന്റെ ഒരു ടയറിന്റെ ഭാഗം അടി ഇടിക്കുന്ന രീതിയിലുള്ള കുഴികളാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത് എന്നുള്ളതാണ്. ചേട്ടത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടെ കേസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോൺട്രാക്ടർമാർ കളഞ്ഞിട്ട് പോയി റോഡ് പണി. അവരിപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ഇത് നേരത്തെ ഇവിടെ PWD റോഡ് ആയിരുന്നു. പക്ഷേ പൊന്മുടി ഇപ്പോൾ പാലം പണി നടക്കുന്നുണ്ട്. പൊന്മുടി അടച്ചുകൊണ്ട് എല്ലാ വണ്ടികളും ഇതുവഴിയാണ് പോകുന്നത്. വലിയൊരു അപകടം നടന്നതിന് ശേഷം എല്ലാവരും ഓടി വന്നിട്ട് കാര്യമില്ല. അതിന് മുന്നേ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തണം. റോഡ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കാരണം ഒരു പൈപ്പ് ലൈനിൻ്റെ പിടുത്തത്തിലാണ് ഈ സാധനം നിൽക്കുന്നത്. കാരണം ഇപ്പുറത്തെ തിട്ട ഇടിഞ്ഞ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് രണ്ടായിട്ട് പുലർന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഐസർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, ജേഴ്സി ഫാമുണ്ട്, സ്കൂൾ ബസ്സുകൾ ഒരുപാട് പോകുന്നതാണ്, ബസ് സർവീസുള്ള റൂട്ടാണ്. ഒരു വണ്ടി അവിടെ മറിഞ്ഞു. ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ഷിഫ്റ്റ് കാർ അവിടെ മറിഞ്ഞു. ഇവിടെ നാട്ടുകാരെല്ലാം കൂടെയാണ് ആ വണ്ടി കയറ്റിയത്. അതിൻ്റെ അതുകൊണ്ട് അവിടെ വിഷ്വലായിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. ഇപ്പോൾ തെരുവിളക്കൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ രാത്രി കൂടി കാണാനും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡ് ഒരു 700 മീറ്റർ അപ്പുറം ഇപ്പുറം നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരു 2 ലൈൻ റോഡായിട്ട് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഇരിക്കുന്ന തലസ്ഥിതിയിൽ നിന്ന് വളരെ ഇത് വേറെ ഒരു സ്ഥലം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇരിക്കുന്നതിൽ നല്ല രീതിയിൽ ടാറിട്ട് സഞ്ചാരമാക്കി തരണോ എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഇതുണ്ട്. പിന്നെ ഈ തെരുവിളക്കിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്യമൃഗ ശല്യം ഉള്ളതാണ്. പന്നികളും കാട്ടുപോത്തുകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു അപകടം പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ചേട്ടാ ഇവിടെ ഇപ്പോൾ ഓട്ടം വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. വണ്ടികളൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ഓട്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഭയങ്കരമായ നഷ്ടം വരുന്നുണ്ട് ഓരോ വണ്ടികൾക്കും. ഇതെല്ലാം അഗാധമായൊരു കുഴിയ. എന്തെങ്കിലും ഒരു ബസ് എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അത് ഭയങ്കരമായ ചെളിയും കുഴിയാണത് അടിഭാഗത്ത്. വലിയൊരു അപകടം നടക്കുന്നതുവരെ കാത്തിരിക്കാതെ എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി നൽകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാർ പല രീതിയിൽ അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ പോലും യാതൊരു വിധത്തിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അടിയന്തരമായി ഇതിന് നടപടി ഉണ്ടാക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.